റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ. ട്രംപിന്റെ വാക്കുകളാണിത്. ഒരു തവണയല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തവണ പറഞ്ഞു തഴമ്പിച്ച വാക്കുകളാണ്. ഏറ്റവും ഒടുവിൽ ബുഡാപെസ്റ്റിൽ പുടിനുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ പോകുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അല്ലേ ആള്. ഇത്തവണയും ആ വാക്ക് മാറ്റി. ചർച്ചയില്ല, പകരം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന ഭീഷണിയാണ് ട്രംപിൽ നിന്ന് ഉണ്ടായത്. എന്തായിരിക്കും ട്രംപിന്റെ നിലപാട് മാറ്റങ്ങൾക്ക് പിന്നിൽ? എക്കാലത്തെയും പോലെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്ന വ്യാമോഹമാണോ? അതൊക്കെ പുടിനു മുന്നിൽ നടപ്പാകുമോ? അനന്തമായി നീളുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു ഇടനിലക്കാരന്റെ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നീക്കങ്ങൾ നൽകുന്ന സൂചന അത്ര സുഖകരമല്ല. മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ് അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ പൂർണ്ണമായ എതിരാളിയായി മാറിയെന്നാണ് തുറന്നടിച്ചത്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും അമേരിക്കൻ ട്രഷറി ഏർപ്പെടുത്തിയ ഉപരോധം റഷ്യയെ ചെറുതായല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നീക്കത്തെ യുദ്ധ നടപടിയായാണ് റഷ്യ കണക്കാക്കുന്നത്. ഉച്ചകോടി മാറ്റിവെച്ചെങ്കിലും ട്രംപ് ഇപ്പോഴും ഒരു നയതന്ത്രപരമായ പരിഹാരത്തിനായി ശ്രമിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. ട്രംപിന്റെ ഇതുവരെയുള്ള ഇടപെടലുകൾ മുന്നേറ്റം കാണാത്ത സാഹചര്യത്തിൽ ഇനി അമേരിക്കയ്ക്ക് എന്ത് സ്വാധീനമാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ അവശേഷിക്കുന്നതെന്ന് വ്യക്തമല്ല. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ റഷ്യയും യുക്രൈനും അംഗീകരിക്കുന്നില്ല. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ റഷ്യ നിരസിക്കുന്നതും തുടരുകയാണ്. പ്രദേശം വിട്ടുകൊടുക്കാൻ യുക്രൈനും തയ്യാറല്ല. സമാധാന ദൂതനായി സ്വയം പ്രചരിപ്പിക്കുമ്പോഴും ഇരുപക്ഷത്തിന്റെയും പ്രധാന ആവശ്യങ്ങളിൽ മാറ്റം വരുത്താൻ ട്രംപിനായിട്ടില്ല. അതേസമയം ട്രംപ് പുടിൻ ഉച്ചകോടി പുനരുജ്ജീവിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മലേഷ്യയിൽ നടക്കാനിരിക്കുന്ന ആസിയാൻ ഉച്ചകോടി പോലുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെ ഭാഗമായി റൂബിയോയും ലാവ്റോവും തമ്മിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ തൽക്കാലം ഇരു കക്ഷികളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നയതന്ത്ര ചർച്ചകൾ നീണ്ടുപോകുന്നതിനെ യൂറോപ്യൻ നേതാക്കൾ താൽക്കാലിക ആശ്വാസമായാണ് കണക്കാക്കുന്നത്. യുക്രൈന്റെ യുദ്ധസഹായത്തിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ ഉപയോഗിക്കാനാകും എന്നതാണ് അതിന്റെ കാരണം. ഇതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ കൂടുതൽ സമയവും ഇതോടെ ലഭ്യമാകും. യുദ്ധക്കളത്തിൽ നേട്ടമുണ്ടാക്കാൻ പുടിൻ ശ്രമിക്കുകയാണെന്ന് നിരന്തരം ആരോപിക്കുന്ന യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ മനംമാറ്റം ആശ്വാസമാണ്. മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ ഉപയോഗിക്കാനാകുമെന്നതാണ് നിലവിലെ പ്രതികരണങ്ങൾക്ക് പിന്നിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ എന്നിവരടക്കമുള്ള യൂറോപ്യൻ നേതാക്കൾ സമാധാനത്തിനായി റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ ഭൂമി വിട്ടുകൊടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ എതിർത്തതും ഇതെല്ലാം മനസ്സിൽ കണ്ടാണ്. അതേസമയം അമേരിക്കയിൽ നിന്നും ദീർഘദൂര ടോമാഹോക്ക് മിസൈലുകൾ തേടിക്കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ രാജ്യത്തിന്റെ നിലപാട് ശക്തമാക്കുകയാണ്. യുക്രൈന്റെ 1/5 ഭാഗം റഷ്യയുടെ കൈവശമാണ്. നിലവിലെ അതിർത്തിയിൽ സംഘർഷം മരവിപ്പിക്കുന്നത് ഭാവിയിൽ പുതിയ ആക്രമണങ്ങൾക്ക് റഷ്യയ്ക്ക് അടിത്തറ നൽകുമെന്നും യുക്രൈനും യൂറോപ്യൻ നേതാക്കളും ആശങ്കപ്പെടുന്നു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയിലും പ്രതിരോധ വ്യവസായത്തിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്ന് നിരന്തരം യൂറോപ്യൻ നേതാക്കൾ ആവശ്യപ്പെടുന്നതും ഈ ആശങ്കകൾ മുന്നിൽ കണ്ടാണ്.
സമീപകാല ഉപരോധ നടപടികൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതകളെയും അടയ്ക്കുകയാണ്. സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നും ചെയ്യില്ലെന്ന ശക്തമായ നിലപാട് പുടിനും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ യുദ്ധ നടപടി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തെ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നയിച്ചേക്കാം. സമാധാന വാഹകനെന്ന് സ്വയം അവരോധിച്ച ട്രംപ് ഇനി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുക എന്നതും കണ്ടറിയണം.